ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 റെഡ് കാർപ്പറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കറുത്ത സാരി എടുത്തൊരു സുന്ദരി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ആളുടെ കയ്യിലിരിപ്പ് ചില്ലറ കയ്യിലിരിപ്പൊന്നുമല്ല. എന്തൊക്കെ വണ്ടികളാണ് താങ്കൾ ഓടിക്കുന്നത്, എന്തൊക്കെ വണ്ടികളെ കുറിച്ചുള്ള ജ്ഞാനമാണ് ഉള്ളത്. നമ്മുടെ ബെസ്റ്റ് ടെക് എന്തൂസിയാസ്റ്റ് എന്ന കാറ്റഗറിയിലാണ് ആതിര മുരളിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതിനുവേണ്ടി കൺഗ്രാറ്റുലേഷൻ. ഇവിടുത്തെ വിളിച്ച് പറഞ്ഞപ്പോ എന്തുമാത്രം സന്തോഷം ഉണ്ടായി. ആദ്യം ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് ഒരു ഡിജിറ്റൽ അവാർഡ് കിട്ടുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. സോ ഹാപ്പി. കാരണം നമ്മള് കുറെ വർഷമായിട്ട് ഇപ്പം ഈ ഒരു ഓട്ടോമോട്ടീവ് ഡ്രൈവിംഗ് ഇഷ്ടമുള്ളതുകൊണ്ട് വന്നതാണ്. അതിൽ നിന്ന് പതുക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ഫിയർ ഇല്ലാതെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ആണ്, അല്ലെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആണ് തന്നത്. സോ അതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരുപാട് ഈ വണ്ടിയൊക്കെ ഓടിച്ച് നടന്ന എന്താ കിട്ടുക എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റ്സ്. ലൈസൻസ് എടുത്തതൊക്കെ എപ്പോഴാ? ലൈസൻസ് ഒക്കെ 18 വയസ്സായപ്പോ എടുത്തു, 20 വയസ്സായപ്പോ ഹെവി വെഹിക്കിൾസ് എടുത്തു, കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിന്റെ എടുത്തു. അങ്ങനെ എല്ലാ വെഹിക്കിൾസും. കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ബുള്ളറ്റ് ഓടിച്ചു പോകുന്ന ആ യുവതി താങ്കളായിരുന്നു? ബുള്ളറ്റ് ജീപ്പൊക്കെ യൂസ് ചെയ്യായിരുന്നു, ലോറി അച്ഛന്റെ പഴയ അങ്ങനെയൊക്കെ യൂസ് ചെയ്യായിരുന്നു. കോളേജിലെയും മറ്റേ താരമായിരുന്നു. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു പെൺകുട്ടി മറ്റേ ജീൻസും ജാക്കറ്റും ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് ബൈക്കൊക്കെ ഓടിച്ച് ഓടാടുമ്പോ നമുക്കും വല്ലാത്തൊരു സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഈ അവാർഡിൽ ശരിക്കും സാരി ഉടുക്കാൻ തന്നെ കാരണം ചെയ്യുന്നതിന്റെ വളരെ വിപരീതമായിട്ടാണ്. അതെ അതെ, എല്ലാരും എന്നെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഒരു ജീൻസ് ടോപ്പ്, ബിക്കോസ് കംഫർട്ടബിൾ ആണ്. ചാടി ചാടി നിൽക്കാൻ വേണ്ടി എപ്പോഴും കംഫർട്ടബിൾ ആണ്. സാരിയൊക്കെ നമ്മളെ കുറച്ചൊന്ന് കംപ്രസ് ചെയ്യും. ഈ ഒരുപാട് പേര് എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയാണ് ആക്ച്വലി. നമ്മള് ഒരുപാട് സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നുണ്ട്, ഇല്ലാന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതൊരു ടെക് എന്തൂസിയാസ്റ്റ് ആയിട്ട് മാറുക, ഓട്ടോ എന്തൂസിയാസ്റ്റ് ആയിട്ട് മാറുക എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർ അത് ചൂസ് ചെയ്യുള്ളൂ. സാധ്യതകൾ ഉണ്ടാക്കുവാണ്. ഇപ്പം നമ്മൾ നോക്കിയ ഒരു 3-4 വർഷം ഒന്ന് പുറയിലേക്ക് എടുത്തു കഴിഞ്ഞാല് അധികം സ്ത്രീകള് കുറച്ചുപേരെ ഡ്രൈവ് ചെയ്യുന്നവരുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മുടെ വിപണിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സ്ത്രീകളെ ഡ്രൈവ് ചെയ്യുന്ന വലിയ വണ്ടികൾ ഓടിക്കുന്നവരുണ്ട്, ചെറിയ ഡെയിലി പർപ്പസിൽ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കൊരു ഫ്രീഡം ആണ് ശരിക്കും ഡ്രൈവിംഗ് എന്നുള്ളത്. ഇതിലൂടെ നമുക്കൊരു വുമൻ എംപവർമെന്റിന്റെ ഒരു മെസ്സേജ് സാധ്യതകൾ ഇപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. റേസിംഗിലേക്ക് താല്പര്യമുള്ളവർക്ക് കേരളീയ മോട്ടോർ സ്പോർട്സ് അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിമൻ ചെയർപേഴ്സൺ ആണ്. സോ റേസിംഗ് താല്പര്യമുള്ളവർക്ക് നമ്മളൊരു വേദി ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പല റീൽസിന്റെയും കമന്റ് സെക്ഷനിൽ കാണുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പല മീമുകളും കാണുന്ന കാര്യമാണ്. വുമൻ ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ലേഡിയാണ് വണ്ടി ഓടിക്കുന്നെങ്കിൽ റോഡിലെ ഹോണടി 2 എണ്ണം കൂടുതലാണ്. കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്നതിൽ വളരെ മോശമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ചിലരുണ്ട് റോഡില് കുറച്ച് ചിലപ്പം ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ട് മാറി കയറുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് ബേസ് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാന്നാണ്. ശരിക്കും നമ്മളത് ബേസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗിന്റെ ബാലപാഠങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കോൺഫിഡന്റ് ആയിട്ട് സൂപ്പർ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ലേഡീസ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാത്തതും സ്ത്രീകളാണ്. അത് നമ്മുടെ സൈഡിൽ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണ്. കൂടുതൽ സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നതിലേക്ക് വരിക. ഈ ഓട്ടോമോട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നോളേജ് വേണമെങ്കിൽ ആതിര മുരളിയുടെ പേജ് നിങ്ങൾക്കും സന്ദർശിക്കാം അല്ലെ? അപ്പൊ എന്തെങ്കിലും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. നന്മയുടെ ദീപം തെളിയട്ടെ, മേന്മയുടെ പാതയിൽ ഉയരട്ടെ, ഹൃദയത്തിൽ പ്രതീക്ഷ പാറട്ടെ.